ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 12ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും അതുപോലെ തന്നെ ട്രാൻസ്ഫർ റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 17 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അതിൽ ആദ്യത്തെ താരം മറ്റാരുമല്ല, പാട്രിക് ഡോർഗുവാണ്. ലച്ചയുടെ ഈ താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തുകയാണ് എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ആകെ 35 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചിലവഴിക്കുന്നത്. ഇനി രണ്ടാമത്തെ താരം അലൻ സെയിന്റ് മാക്സിമിനാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളി ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. താരത്തിന്റെ ലോൺ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ അൽ അഹ്ലിയും അതുപോലെ തന്നെ ഫെനർബാഷയും തമ്മിൽ നടത്തുന്നുണ്ട്. താരം നാപ്പോളിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ താരം ആൽവരോ മൊറാറ്റയാണ്. ഈ സ്പാനിഷ് സൂപ്പർ താരം ഇതുവരെ AC മിലാന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യം ഫാബ്രിസിയോ റൊമാനോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാലാമത്തെ താരം ഫിക്കിയോ ടൊമോറിയാണ്. നിലവിൽ AC മിലാന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ താരത്തെ സ്വന്തമാക്കാൻ ടോട്ടൻഹാം ഇപ്പോൾ വലിയ രൂപത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ചാമത്തെ താരം നിക്കോ ഗോൺസാലസ് ആണ്. പോർട്ടോക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന മധ്യനിര താരമാണ് നിക്കോ ഗോൺസാലസ്. ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏഴാമത്തെ താരം മത്യാസ് ടെല്ലാണ്. ബയൺ താരമായ ഇദ്ദേഹം ടോട്ടൻഹാമിന്റെ ഓഫർ നിരസിച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗിലെ മറ്റു പല ക്ലബ്ബുകളുമായും ഇദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഈ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എട്ടാമത്തെ താരം മാർക്കസ് റാഷ്ഫോർഡ് ആണ്. താരത്തെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് ബാഴ്സ ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. FFP നിയന്ത്രണങ്ങളാണ് ബാഴ്സയ്ക്ക് ഇവിടെ തടസ്സമായിട്ടുള്ളത്. ഇനി ഒൻപതാമത്തെ താരം വാലന്റീൻ ബാർക്കോയാണ്. ഈ അർജന്റീൻ താരം ഇതുവരെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റന്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ സ്ട്രാസ്ബർഗ് ഈ അർജന്റീൻ താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്. പത്താമത്തെ താരം ആർതർ മെലോയാണ്. ബ്രസീലിയൻ താരമായ ഇദ്ദേഹം യുവന്റസ് വിട്ടിട്ടുണ്ട്. ലോൺ അടിസ്ഥാനത്തിൽ സ്പാനിഷ് ക്ലബ്ബായ ജിറോണയാണ് ആർതർ മെലോയെ സ്വന്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം സാന്റോസിലേക്ക് വരും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ യൂറോപ്പിൽ തന്നെ തുടരാൻ ആർതർ ഇപ്പോൾ തീരുമാനിക്കുകയായിരുന്നു. 11ാമത്തെ താരം അലജാൻഡ്രോ ഗർണാച്ചോയാണ്. ഈ അർജന്റീൻ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി നേരത്തെ നാപ്പോളി അതുപോലെ തന്നെ ചെൽസി എന്നിവരൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ടോട്ടൻഹാം ഹോട്ട്സ്പറും ഈ താരത്തിന്റെ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. 12ാമത്തെ താരം ജോവോ ഫെലിക്സ് ആണ്. ഈ പോർച്ചുഗീസ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി AC മിലാൻ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. 13ാമത്തെ താരം മാത്യൂസ് കുഞ്ഞയാണ്. ജോൺ ഡുറാൻ ആസ്റ്റൺ വില്ല വിട്ട് അൽ നസറിലേക്ക് പോയത് കൊണ്ട് തന്നെ ഈ ബ്രസീലിയൻ താരത്തെ വോൾവ്സിൽ നിന്നും സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആസ്റ്റൺ വില്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. 14ാമത്തെ താരം സെർജിയോ റാമോസ് ആണ്. നിലവിൽ ഈ ഡിഫൻഡർ ഇപ്പോഴും ഫ്രീ ഏജന്റ് ആണ്. ഇതുവരെ ഒരു ക്ലബിനെ കണ്ടെത്താൻ സെർജിയോ റാമോസിന് കഴിഞ്ഞിട്ടില്ല. മെക്സിക്കൻ ക്ലബ്ബായ മോൻഡെറിയുമായി അദ്ദേഹം ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. 15ാമത്തെ താരം കൊവാസിച്ച് ആണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഈ ക്രൊയേഷ്യൻ മിഡ്ഫീൽഡറെ സ്വന്തമാക്കാൻ ഇപ്പോൾ സൗദി ക്ലബ്ബായ അൽ നസറിന് താല്പര്യമുണ്ട്. 16ാമത്തെ താരം ടൈറൽ മലാഷിയയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്ക ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. 17ാമത്തെ താരം തിയോ ഹെർണാണ്ടസ് ആണ്. ഈ താരത്തെ AC മിലാനിൽ നിന്നും സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മറ്റൊരു ഇറ്റാലിയൻ ക്ലബ്ബായ കോമോ നടത്തിയിരുന്നു. പക്ഷേ തിയോ ഹെർണാണ്ടസ് തന്നെ ഇത് നിരസിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത്രയും ട്രാൻസ്ഫർ അപ്ഡേറ്റുകളും റൂമറുകളുമാണ് പങ്കുവെക്കാനുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.